ഇന്ന് മുതൽ ദേവോടിനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ക്രിസ്മസിന്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂൾ തുറന്ന് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടന് ഇന്ന് ജോലിക്ക് പോകണം, അതുകൊണ്ട് ചേട്ടനും ദേവൂട്ടനും ഫുഡൊക്കെ കൊണ്ട് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് പുറത്ത് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം തണുപ്പൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സോയാബീൻ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ സോയാബീനൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ചോറ് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പയർ മെഴുക്കുരുട്ടി വെക്കാമെന്നാണ് വിചാരിച്ചത്. അതിന് പയറൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ചീനച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് പയറും സവോളയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സാക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സോയാബീൻ ആണെങ്കിൽ നല്ല രീതിയിൽ തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് ചെയ്യുന്ന സമയത്താണ് ദേവോട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവനെ ഒന്ന് സെറ്റാക്കി എടുക്കണം, ചെറിയ മടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കുറച്ച് നേരം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഇടുന്നുണ്ടേ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് ദേവൂട്ടൻ വീണ്ടും സെറ്റിയിൽ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അവന് വീണ്ടും എൻ്റെ അടുത്തുനിന്ന് വന്ന് വീണ്ടും സെറ്റിയിലോട്ട് വന്ന് കിടക്കുവാണ്. അപ്പോൾ അവനെ പല്ലേക്കാനൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം വീണ്ടും കിച്ചണിലോട്ട് വന്ന് സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പുട്ടും പയർ പിഴിഞ്ഞതും പിന്നെ സോയാബീൻ ഫ്രൈ ഒക്കെ ചേർത്ത് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആളൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ റെഡിയാക്കി സ്കൂളിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും ദേവൂട്ടനെ സ്കൂളിലാക്കിയിട്ട് ചേട്ടൻ ജോലിക്ക് പോകും കേട്ടോ. അപ്പോൾ ചേട്ടനും ദേവൂട്ടനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്താൽ